പ്രസിഡന്റ് ഈ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ പതിവ് ശൈലിയാണ്. പക്ഷേ ഇത് ഒരാളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇത് ഏത് തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചത്? ശ്രീജയുടെ മരണത്തിൽ വേദനിക്കുന്ന എല്ലാവരോടുമൊപ്പം ഞങ്ങളും ചേരുകയാണ്. ഈ മരണം സത്യത്തിൽ ഒരു കൊലപാതകമാണ്. നവീൻ ബാബുവിന്റെ ദാരുണമായ മരണത്തിന് ശേഷം കേരളത്തിലെ CPM നേതാക്കന്മാർ കുറേയെങ്കിലും പാഠം പഠിക്കും, മനുഷ്യജീവന് വില കൽപ്പിക്കും, വാക്കുകൾ കൊണ്ട് ആരെയും കൊലപ്പെടുത്തുകയില്ല എന്നാണ് നമ്മൾ ധരിച്ചതെങ്കിൽ അവരുടെ ആ പതിവ് ശൈലി അവർ തിരുത്തിയിട്ടില്ല. ശ്രീജ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച നല്ല ഒരു പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകയുമാണ്. അവർക്ക് എന്തെങ്കിലും കടബാധ്യതകളുണ്ടെങ്കിൽ അത് പിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുണ്ടോ, പഞ്ചായത്ത് മെമ്പർമാർക്കുണ്ടോ? CPM ഏരിയ സെക്രട്ടറി ഈ വട്ടിപ്പണം പിരിക്കുന്ന പണി ഏറ്റെടുത്തിട്ടുണ്ടോ? ഗോവിന്ദ മാഷ് മുഖ്യമന്ത്രി മറുപടി പറയണം. ശ്രീജയുടെ ജീവൻ അവരപഹരിച്ചതാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അവഹേളിക്കാൻ ഈ ടൗണിൽ, ആര്യ ടൗണിൽ പോസ്റ്റർ പതിപ്പിക്കുകയും അവരെ ആക്ഷേപിക്കുന്നതിനായിട്ട് മാത്രം ഒരു പൊതുയോഗം ചേരുകയും അതിൽ ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ഒരു വനിതാ ജനപ്രതിനിധിയെ അങ്ങേയറ്റം ആക്ഷേപിച്ച് പ്രസംഗിക്കുകയും അവരെ കാണാനില്ല എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്തു. കടബാധ്യതകൾ സ്വാഭാവികമാണ്. സാമ്പത്തിക രംഗത്ത് ജനങ്ങൾക്കെല്ലാമുള്ള പ്രയാസങ്ങൾ ആർക്കാണ് അറിയാത്തത്? CPM നേതാക്കന്മാർക്ക് ഒരുപക്ഷെ ബാധ്യതകൾ ഉണ്ടാവില്ല. അവർക്ക് സമ്പാദ്യമായിരിക്കും ഉണ്ടാവുക. അവർക്ക് സമ്പാദിക്കാനുള്ള വഴി ഭരണത്തിന്റെ തണലിൽ അവർ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഒരു പൊതുപ്രവർത്തകന് ചിലപ്പോൾ കടബാധ്യതകൾ ഉണ്ടാകും. അതുപോലും തീർക്കാൻ വേണ്ടി സ്വന്തം വീട് വിൽക്കാനാണ് അവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഈ മാനഹാനി ഉണ്ടായത്, ഈ അവഹേളനം ഉണ്ടായത്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയ്ക്കെതിരെ പോലീസ് കേസെടുക്കണം. ശ്രീജയുടെ ഭർത്താവ് കൃത്യമായ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരെടുത്തു പറഞ്ഞാണ് പരാതി. ആ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യാതെ പ്രതികളെ രക്ഷിക്കുന്ന പോലീസിന്റെ PP ദിവ്യയെ എങ്ങനെ രക്ഷിക്കാൻ പിണറായി സർക്കാർ പരിശ്രമിച്ചോ ആ മോഡലിൽ തന്നെയാണ് ആര്യനാട് സംഭവിച്ചത്. അത് അനുവദിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല, കോൺഗ്രസ് പാർട്ടി അനുവദിക്കില്ല, പ്രതിപക്ഷം അനുവദിക്കില്ല. ശ്രീജയുടെ മരണത്തിന് ഉത്തരവാദിയായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവരെ കൽത്തുറങ്കിൽ അടയ്ക്കണം. ശ്രീജയുടെ കുടുംബത്തെ സഹായിക്കാനും സംരക്ഷിക്കാനും സർക്കാർ മുൻകൈയെടുക്കണം. സർക്കാരിന് കൂടി ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ ചെയ്തിയിൽ സർക്കാരിന് കൂടി ഉത്തരവാദിത്വമുണ്ട്. ആ കുടുംബത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും. വേദനയിൽ ഞങ്ങളും പങ്കുചേരുകയാണ്.